ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ കാഴ്ച എന്ന യൂണിറ്റിലെ കൈപ്പാട് എന്ന പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: നമുക്ക് കാടിനെ കുറിച്ചും അതിൻ്റെ വന്യജീവിതത്തെക്കുറിച്ചും നല്ല ധാരണയുണ്ട്. എന്നാൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളുടെ ജൈവ പ്രകൃതിയെക്കുറിച്ച് ഒന്നും അറിയില്ല. നാം അതിനെ അവഗണിച്ചാൽ, പരിരക്ഷിക്കാതിരുന്നാൽ സ്വന്തം കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകും, നാം പോലും അറിയാതെ. കൈപ്പാടെന്ന ആധാരചിത്രം അവസാനിക്കുന്നത് ഈ ഓർമ്മപ്പെടുത്തലോടെയാണ്. ഒരു കൃഷിസ്ഥലം എന്നതിനപ്പുറം കൈപ്പാട് നിലത്തെ പരസ്പരാശ്രിതമായ ജൈവപ്രകൃതിയായി ചിത്രീകരിച്ചു എന്നതാണ് ഈ ഡോക്യുമെൻ്ററിയുടെ സവിശേഷത. ചിത്രം വിശകലനം ചെയ്ത് കുറിപ്പെഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ബാബു കാമ്പ്രത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു ഡോക്യുമെൻ്ററിയാണ് കൈപ്പാട്. ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ധാരാളം ഡോക്യുമെൻ്ററികൾ നമ്മുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ട്. കൈപ്പാട് നിലത്തിലെ ഒരു വർഷത്തെ ചരിത്രമാണ് ഈ ഡോക്യുമെൻ്ററിയിൽ അവതരിപ്പിക്കുന്നത്. പുഴ കടലിൽ ചേരുന്ന അഴിമുഖ തീരത്തിന് പിറകിലായിട്ട് ഓരുജലം കയറി നിൽക്കുന്ന കായലിനോട് ചേർന്ന് ഏറ്റിറക്കങ്ങളിൽ പുഷ്ടി പ്രാപിക്കുന്ന ചെളി പുതഞ്ഞ ചതുപ്പുകളാണ് കൈപ്പാട് നിലങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഫലഭൂയിഷ്ഠമായ മണ്ണിൽ നെല്ലും പുല്ലുമെല്ലാം വളരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞണ്ടും ചെമ്മീനും മറ്റ് മത്സ്യങ്ങളും അതുപോലെ തൂക്കണാങ്കുരുവിയും തുമ്പിയും ചെറുപ്രാണികളും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ജീവിതമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിത്ത് വിതയ്ക്കുമ്പോഴും കൊയ്യുമ്പോഴും എല്ലാം പക്ഷികൾക്കും അവരുടെ വിഹിതം കൊടുക്കുന്നുണ്ട്. അതുപോലെ കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ ഈ തൂക്കണാങ്കുരുവികൾ ഒക്കെ തന്നെയാണ് ഇവിടുത്തെ കീടങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു പരസ്പര സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ ഒരു കാർഷിക സമ്പ്രദായമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പം അവിടെ ഉപയോഗിക്കുന്ന നാടൻ വിത്തിനങ്ങളാണ്. പ്രകൃതി വളർത്തുന്ന നെൽപ്പാടം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ സാധിക്കും. മത്സ്യങ്ങളുടെയും ഞണ്ടുകളുടെയും ചെമ്മീനുകളുടെയും ജലജീവിതവും കൈപ്പാടുമായി ബന്ധപ്പെട്ട് പ്രകൃതി ഒരുക്കുന്നുണ്ട്. ഇവയെ പിടിക്കാൻ എത്തുന്ന നീർക്കാക്ക ആഹാര ശൃംഖലയുടെ ഒരു പ്രമുഖമായ ഒരു കണ്ണിയായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ പാടത്തു നിന്ന് നെല്ലോലകളും കുത്തി വരുന്ന കുരുവികളും അതീവ സുന്ദരമായി തുന്നിയെടുക്കുന്ന കുരുവിക്കൂടുകളും ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന കാർഷിക ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം എന്നാണ് നമ്മുടെ സംവിധായകൻ പറയുന്നത്. വിവിധ ജീവജാലങ്ങൾ നിറഞ്ഞ ഈ ലോകത്തേക്കാണ് ജനിതക ഓർമ്മകളുമായ ഭൂഖണ്ഡങ്ങൾ താണ്ടി വരുന്ന ദേശാടന കിളികൾ പറന്നെത്തുന്നത്. ഇങ്ങനെ നോക്കിയാൽ ഈ കൈപ്പാടെന്ന് പറയുന്നത് വെറും നിലങ്ങൾ മാത്രമല്ല, പിന്നെയോ പരസ്പരാശ്രിതമായ ജൈവപ്രകൃതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതിനാൽ തീർച്ചയായിട്ടും ഇത് വളരെ ശ്രദ്ധയർഹിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി തന്നെയാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല. അടുത്ത ചോദ്യം: പ്രാദേശികമായ ഒരു ആവാസ വ്യവസ്ഥയുടെ സൂക്ഷ്മമായ ചിത്രീകരണമാണല്ലോ കൈപ്പാട്. നാം ശ്രദ്ധിക്കാതെ പോകുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. അവയിൽ കൗതുകമുള്ളതോ പൊതുശ്രദ്ധ പതിയേണ്ടതോ ആയ ദൃശ്യങ്ങൾ കണ്ടെത്തി അവയ്ക്ക് യോജിച്ച ശബ്ദ വിവരണം തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രാദേശികമായ ഒരു ആവാസ വ്യവസ്ഥയുടെ സൂക്ഷ്മമായ ഒരു ചിത്രീകരണമാണ് കൈപ്പാട് എന്ന് പറയുന്ന ഈ ഡോക്യുമെൻ്ററി. നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ധാരാളം നദികളൊക്കെ കാണുന്നുണ്ട്. ഒഴുകിപ്പോകുന്ന നദികളുടെ വക്കത്ത് നിൽക്കുന്ന മരങ്ങളിൽ ചില അലങ്കാരങ്ങൾ നമുക്ക് കാണാം. പല നിറങ്ങളിലുള്ള പ്ലാസ്റ്റിക് കൂടുകളാണ് മരങ്ങളെ തോരണം ചാർത്തി നിൽക്കുന്നത്. നമ്മൾ ഈ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ മരങ്ങളൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് കൂടുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ഈ കൂടുകൾ എവിടെ നിന്നാണ് വന്നെത്തുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഉപയോഗശേഷം വലിച്ചെറിയുന്ന കൂടുകളാണ് ഈ വെള്ളപ്പൊക്കത്തിൽ കൂട്ടമായിട്ട് ഇങ്ങെത്തിയിട്ട് ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് ഇവ ഉയരുകയും അത് ഏതെങ്കിലും വൃക്ഷത്തലപ്പുകൾ വെള്ളം താഴുമ്പോഴേക്ക് ഏതെങ്കിലും വൃക്ഷത്തലപ്പുകളിലൊക്കെ ഇങ്ങനെ തോരണം തൂക്കിയതുപോലെ വീണു പോവുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ കൂടുകൾ ഇങ്ങനെ നദികളിലൂടെ ഒഴുകി വരുന്നതെന്ന് നമുക്ക് ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിച്ച ശേഷം അത് നദികളിലേക്കോ മറ്റോ വലിച്ചെറിയുന്നത് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. വില കൂടിയ കാറുകളിലും മറ്റും വരുന്ന ആളുകൾ, അതായത് ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് അറിവും ബോധവും ഒക്കെ ഈ പരിസ്ഥിതിയെ മലിനപ്പെടുത്തരുതെന്നുള്ള ബോധ്യമുള്ളവർ പോലും പലപ്പോഴും നമ്മൾ പല ഇടങ്ങളിലും കണ്ടിട്ടുണ്ടല്ലേ, പിഴ അടയ്ക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ പല
വലിയ ആളുകൾക്കും അറിവുള്ളവർക്കും ഒക്കെ ഇത്തരം നിസ്സാരമെന്ന് അവർ കരുതുന്ന കാര്യങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ വീട്ടിലെ മലിനവസ്തുക്കൾ നദികളിലേക്കൊക്കെ വലിച്ചെറിയുന്നത് മൂലം ഇതൊക്കെ നാശമാകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ആണ് ഈ നദികളെയൊക്കെ നാശമാക്കി തീർക്കുന്നത്. ഇത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. മാത്രവുമല്ല, ഈ പുഴകളായാലും ഈ പ്രകൃതി ആയാലും നമുക്ക് മാത്രമുള്ളതല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി ഇവിടെ ജീവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവർക്കും കൂടെ ഉള്ള വിഭവങ്ങളാണ് ഇത് എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പം ഈ നദികളിലെയൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മലിനീകരണം തന്നെയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുഴയിൽ തള്ളാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നമ്മുടെ മലിന വസ്തുക്കൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഇല്ലാതാക്കുന്നത് എന്നതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളിലേക്ക് പോകും. ഇനി വരുന്ന തലമുറ ഇവിടെ ജീവിക്കേണ്ടതാണ് എന്ന സത്യവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പ്രാദേശികമായ ഒരു ആവാസ വ്യവസ്ഥയുടെ സൂക്ഷ്മമായ ചിത്രീകരണമാണല്ലോ കൈപ്പാട്. നാം ശ്രദ്ധിക്കാതെ പോകുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് ചുറ്റുപാട് സംഭവിക്കുന്നുണ്ട്. അവയിൽ കൗതുകമുള്ളതോ പൊതു ശ്രദ്ധ പതിയേണ്ടതോ ആയ ദൃശ്യങ്ങൾ കണ്ടെത്തി അവയ്ക്ക് യോജിച്ച ശബ്ദ വിവരണം തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചുറ്റുപാട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങാത്ത അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും മലിനീകരണവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ നിത്യവും കാണാറുണ്ട്. അപ്പം അവയിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ എടുത്തുകൊണ്ട്, ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുള്ള മലിനീകരണം നദികൾ നടക്കുന്നതിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ വ്യവസായശാലകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലുമൊക്കെ ഫാക്ടറികളിൽ നിന്നോ ഒക്കെ മലിനജലം പുഴകളിലേക്ക് ഒഴുകുന്നതിന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രകൃതിയെ നശിപ്പിക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഒരു ഡോക്യുമെൻ്ററിക്ക് വിവരണം നൽകുന്നത് പോലെയുള്ള ശബ്ദ വിവരണം നൽകാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ വിവേചന ശക്തിയെയും തിരഞ്ഞെടുക്കാനുള്ള കഴിവിനെയും കീഴടക്കിക്കൊണ്ടാണ് പരസ്യങ്ങൾ നമ്മുടെ രുചികളെയും അഭിരുചികളെയും നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള പരസ്യചിത്രങ്ങളിലെ ഭാഷയും ദൃശ്യങ്ങളും വിശകലനം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ധാരാളം പരസ്യങ്ങൾ നമ്മൾ നിത്യേന എന്നോണം കാണാറുണ്ട്. അപ്പം ഈ വൻകിട കമ്പനികളാണെങ്കിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ വിപണിയിൽ വിറ്റഴിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ്. അപ്പം എങ്ങനെയെങ്കിലും ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഈ പരസ്യങ്ങളുടെ കെണികളിൽ വീണ് പോകാറുണ്ട് അല്ലേ. നമ്മൾ ഇപ്പം പാനീയങ്ങളുടെ പരസ്യങ്ങളായാലും സോപ്പിൻ്റെ പരസ്യമായാലും അല്ലേ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പല ക്രിക്കറ്റ് താരങ്ങളൊക്കെയാണ് പലപ്പോഴും ഇത്തരം പരസ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിനെ വളരെ ആകർഷിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ പരസ്യ ചിത്രങ്ങളുമായിട്ട് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ്. അപ്പോൾ അവരിത് ഉപയോഗിച്ച് കാണിക്കുകയും ഇത് നല്ലതാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് സ്വാഭാവികമായി ആകർഷിക്കപ്പെടുകയാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, പേസ്റ്റുകളുടെയൊക്കെ പരസ്യം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. കോൾഗേറ്റ്, ക്ലോസപ്പ്, പെപ്സഡൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേസ്റ്റുകളെ പല്ല് വെളുപ്പിക്കുന്നതിന് അല്ലെ, ഭംഗി കൂട്ടുന്നതിന് എന്നൊക്കെ പറഞ്ഞിട്ട് അവകാശപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ മുൻപിലേക്ക് ഈ ഉൽപ്പന്നങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇപ്പം വളരെ മനഃശാസ്ത്രപരമായ ഒരു സമീപനം തന്നെയാണ് ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നവരെ നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. കാരണം ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ പാനീയങ്ങളുടെ പരസ്യങ്ങൾ അല്ലെ, ബൂസ്റ്റ്, കോംപ്ലാൻ എന്നൊക്കെയുള്ള ആരോഗ്യ പോഷകം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ആഹാര വസ്തുക്കളുടെ പരസ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുന്നു, മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളതാണ് സത്യം. അപ്പം ഇതൊക്കെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഒരു കടയിലേക്ക് ചെന്നാൽ നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന ഇത്തരം വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് അറിയാതെ തന്നെ ഒരു പ്രവണത ഉണ്ടായി പോകുന്നു എന്നുള്ള സത്യമാണ്. എന്നാൽ ഇതെല്ലാം നമ്മുടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിന്മേലാണ് കൈ വയ്ക്കുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം
കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിലൂടെ ഒരു അടിമത്തം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചെറുപ്പത്തിലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ വെക്കുന്നത് പലതും നമുക്ക് എത്രത്തോളം ഉപകാരപ്രദമാണ്, അല്ലെങ്കിൽ ആരോഗ്യത്തിന് എത്രത്തോളം ഉപകാരപ്രദമാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പരസ്യങ്ങൾ അത്രത്തോളം നമ്മുടെ മനസ്സിനെ, ജീവിതത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പരസ്യങ്ങൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാഠം. മറ്റൊരു പഠന പ്രവർത്തനം ഇപ്രകാരമാണ്: ലോകത്തിലെ മികച്ച ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഉൾപ്പെടുത്തി സ്കൂളുകളിൽ ചലച്ചിത്രമേള സംഘടിപ്പിക്കുക. മേളയിൽ കണ്ട സിനിമകളെക്കുറിച്ചുള്ള ആസ്വാദന കുറിപ്പുകളുടെ ഒരു സമാഹാരം തയ്യാറാക്കുകയും വേണമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ഉണ്ടെങ്കിൽ അധ്യാപകരോട് ഒക്കെ ചേർന്ന് നിങ്ങൾക്ക് ഇത്തരം മേളകൾ സംഘടിപ്പിക്കാം, ചലച്ചിത്ര മേളകൾ സംഘടിപ്പിക്കുക എന്നാണ്. ഏറ്റവും മികച്ച ചിത്രങ്ങൾ എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരവും കൂടിയാണ് ഇത്തരം മേളകൾ. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുകയും, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും എഴുതുകയും അതൊരു സമാഹാരമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ള ഒരു പഠന പ്രവർത്തനം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, ചുവടെ നൽകിയിട്ടുള്ള വാക്യങ്ങളിൽ കാലസൂചന നൽകാൻ ഉപയോഗിക്കുന്ന അംശങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഭരണകൂടത്തിന്റെ ഇച്ഛയ്ക്ക് അനുസൃതമായി ചിത്രങ്ങൾ നിർമ്മിക്കുകയായിരുന്നു ഇറ്റാലിയൻ സംവിധായകർ. അവർ വന്നും പോയും ഇരുന്നു. അവർ ആഴ്ചതോറും വീട്ടിൽ പോകും. ശനിയാഴ്ചകളിൽ കലാപരിശീലനം നടന്നു വരുന്നു എന്നൊക്കെയുള്ള വാചകങ്ങളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, കാലം എന്ന് പറയുന്നത് ക്രിയ നടക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ വർത്തമാനകാലമെന്നും, കഴിഞ്ഞുപോയതിനെ ഭൂതകാലമെന്നും, വരാനിരിക്കുന്നതിനെ ഭാവി കാലം എന്നുമാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഈ എന്ന് പറയുന്നത് ഭൂതകാലത്തെ, പോയി എന്നുള്ളത് എന്ന് പറയുന്ന പോലെ ഈ എന്ന പ്രത്യയം, അതുപോലെ പോകുന്നു, ഉന്നു എന്നുള്ള പ്രത്യയം, അതുപോലെ പോകും, എന്നുള്ള പ്രത്യയം. ഈ 3 പ്രത്യയങ്ങളാണ് ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നിങ്ങനെ പ്രയോഗിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിർമ്മിക്കുകയായിരുന്നു എന്നുള്ളതാണ് കാലസൂചന നൽകുന്ന ആദ്യത്തെ വാചകത്തിൽ. അതുപോലെ രണ്ടാമത്തെ വാചകത്തിലാണെങ്കിൽ വന്നും പോയും ഇരുന്നു എന്നാണ് കാലസൂചന നൽകുന്ന ഭാഗം. അതുപോലെ ആഴ്ചതോറും വീട്ടിൽ പോകും എന്നതാണ് അടുത്ത വാചകത്തിൽ നമുക്ക് കാലസൂചന നൽകുന്നത്. ശനിയാഴ്ചകളിൽ കലാപരിശീലനം നടന്നു വരുന്നു എന്നിടത്ത് വരുന്നു എന്നുള്ളതാണ് കാലസൂചന നൽകുന്ന ഭാഗം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇതോടൊപ്പം തന്നിരിക്കുന്ന പഠന പ്രവർത്തനങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ടോ എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ശേഷം നമുക്ക് ആ പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.